ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ജൂലൈ ബുള്ളറ്റ് ജേർണലിംഗ് ആട്ടോ ചെയ്യുന്നത്. ബുള്ളറ്റ് ജേർണലിംഗ് എന്താണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഫോളോ അപ്പ് ചെയ്യാനും ഓൾറെഡി എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏതൊക്കെ സമയത്ത് ചെയ്യണമെന്ന് മറക്കാതെ എഴുതി വെക്കാനും നമ്മുടെ ജീവിതശൈലി തന്നെ ഒരു ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ബുള്ളറ്റ് ജേർണലിംഗ് കേട്ടോ. ചെറിയ പനിയും ജലദോഷമൊക്കെ കൊണ്ട് എന്റെ സൗണ്ടിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇനി പിന്നീട് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവസാനം ജൂലൈ തീർന്നു പോകും. സോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാൻ പാണ്ട തീമിലാട്ടോ ഈ ജേർണലിംഗ് ഫുള്ളായി ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സിമ്പിൾ ആണ്, വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ വരച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ പാണ്ടയുടെ പിക്ചേഴ്സ്. പിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വരയ്ക്കുമ്പം ആ പാണ്ടാസ് അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരച്ചു. പക്ഷെ വരച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഒരു ആസ്തറ്റിക് ലുക്കും ഉണ്ട്. സെക്കൻഡ് പേജിൽ നമ്മൾ ജൂലൈ കലണ്ടർ ആട്ടോ വരച്ചത്. അപ്പൊ അതിൽ രണ്ട് സിമ്പിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് തന്നെയാണ് വരച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ട്രാക്കർ ആണ് വരച്ചത്. ഈ പാണ്ട തീം എന്ന് പറയുമ്പോൾ പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ബാംബു. സോ ഞാൻ ബാംബുലാണ് കേട്ടോ ഡേയ്സ് ഒക്കെ ഇതുപോലെ കൊടുത്തത്. അപ്പൊ നമ്മൾ എത്ര അവറാണോ പഠിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൽ കളേഴ്സ് നിങ്ങൾ കൊടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ മൂഡ് ട്രാക്കർ ആണ് വരച്ചത്. നമ്മുടെ സ്റ്റഡി ട്രാക്കറുടെ സെയിം തീമിൽ തന്നെയാണ് മൂഡ് ട്രാക്കർ. പക്ഷെ പിക്ചറിൽ ചെറിയൊരു മാറ്റം വന്നത് മാത്രം. അപ്പൊ ഇതിലും ഞാൻ ബാംബു വെച്ചിട്ട് തന്നെയാണ് ഡേയ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മൂഡിനനുസരിച്ച് ആ ബാംബുവില് ഓരോ കോളത്തിലും നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് പേജിൽ നമ്മൾ ഹാബിറ്റ് ട്രാക്കർ ആട്ടോ വരച്ചെടുക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഈ സ്വിച്ച് ബോർഡ് പെയിന്റിങ്ങിലൊക്കെ ഈ പാൻഡാസിന്റെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇൻസ്പയർ ആയിട്ടോ ഈ ഹാബിറ്റ് ട്രാക്കർ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഹാബിറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ 3, 4, 5 എത്ര വേണമെങ്കിലും കോളങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ 4 കോളംസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വരയ്ക്കാനൊന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു ജേർണലിംഗ് തീമാട്ടോ ഈ പാണ്ട തീം. കാരണം ഇതിൽ ചെവിയും പിന്നെ ഈ കിഡ്നി പോലെ 2 കണ്ണും വരച്ചിട്ട് പിന്നെ കൈക്കും കാലിലും ബ്ലാക്ക് കൊടുക്കുക. അത്ര തന്നെയുള്ളൂ, നമ്മുടെ പാണ്ടാക്കുട്ടൻ റെഡിയാവും. സോ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ അത്. നെക്സ്റ്റ് നമ്മൾ ടു ഡു ലിസ്റ്റ് ആട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതും ഞാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ ഓരോന്നിലും ഓരോ പാണ്ടയുടെ പിക്ചേഴ്സ് അത്രമാത്രം തന്നെ വരച്ചെടുക്കുന്നുള്ളൂ. സോ ഒരുപാട് പിക്ചേഴ്സ് വരയ്ക്കാൻ നിന്നാൽ ഇതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ മന്ത്ലി ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഈ ജേർണലിംഗ് ചെയ്യാൻ മാത്രമേ സമയം കിട്ടുള്ളൂ. അപ്പോൾ സിമ്പിൾ ആൻഡ് ക്രിസ്പ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവം മാത്രം ആഡ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ജേർണലാണ് ഏറ്റവും നല്ലത്. ഈ നമ്മൾ ചെയ്തെടുത്ത ജേർണലിൽ ഒരു ഫ്ലിപ്പ് ത്രോ കാണാം കേട്ടോ. യെസ്, നമ്മുടെ ചാനലിലെ സെക്കൻഡ് ഗീവ് അവേ ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യാണ്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ 2 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് വിന്നർക്ക് ഞാൻ മൂൺ ലാമ്പ് ആട്ടോ സെലക്ട് ആക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി മൂൺ ലാമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്കും കൂടെ അത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഓർഡർ ആക്കിയത്. ഇപ്രാവശ്യം എൻ്റെ ഉള്ളിൽ ഡിയറുടെ പിക്ചർ വരുന്ന സംഭവം കേട്ടോ സെലക്ട് ആക്കിയത്. മൂണിനെക്കാട്ടി എന്തായാലും എനിക്ക് ഇതാട്ടോ ഇഷ്ടപ്പെട്ടത്. ഇനി സെക്കൻഡ് വിന്നർക്ക് ഞാൻ സെലക്ട് ആക്കിയിരിക്കുന്നത് ഒരു സ്റ്റിക്കർ ബുക്കാണ്. ഇതിന്റെ സ്റ്റിക്കേഴ്സിനൊക്കെ അടിപൊളി ക്വാളിറ്റി കേട്ടോ. ഈ ജേർണലിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഗിവ് അവയുടെ റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഈ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും റാൻഡം ആയിട്ടായിരിക്കും ഞാൻ 2 വിന്നറേയും സെലക്ട് ആക്കുന്നത്. ജൂലൈ 10th വരെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ജൂലൈ 15th റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും.